അക്ഷര ജാനകിയമ്മയുടെ വേഷത്തിലാണല്ലേ? അതെ. എനിക്ക് കേരളത്തിൽ തിരിച്ച് വന്നുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ ധാരാളം പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ 1957 എൻ്റെ മ്യൂസിക് ഫീൽഡിൽ ഞാൻ തുടക്കം കുറിച്ചു. ഞാൻ ധാരാളം വലിയ വലിയ കമ്പോസേഴ്സ് കൂടെ വർക്ക് പണി. അതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻജോയ് பண்ணிയിരുന്നു. അവരൊക്കെ ആയിട്ട് ഞാൻ വർക്ക് പണിയപ്പം ഒരുപാട് എൻജോയ് பண்ணிയിരുന്നു. ബാബുക്കട കമ്പോസിങ്ങിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ, തളിരിട്ട കിനാക്കൾ തൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നമുക്ക് അടിവരായിട്ട് പറയാവുന്ന പാട്ടുകളുണ്ട്. ഇതിലേതെങ്കിലും പാട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്സിബോക്സ് ബെസ്റ്റ് ആക്ടറിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി ഒന്ന് മൂളാൻ പറ്റുമെങ്കിൽ. ഉണ്ണിപ്പൂവേ കരിക്കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുണങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കരിക്കൊടിത്തണലത്ത് കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. മലയാള സിനിമയിൽ വെള്ളയും വെള്ള ഇടുന്നത് ജാനകിയമ്മയും യേശുദാസും പിന്നെ ഡയറക്ടർ ഹരിഹരനുമാണ്. നിങ്ങൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണോ? ഇല്ല, എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ ഒരു ഡ്രസ്സാണ് വെള്ളയും വെള്ളയും. അതുകൊണ്ട് തന്നെ ഐ വോണ്ട് ടു ബി സോ സിമ്പിൾ ഓൾവേസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാനകിയമ്മയുടെ വോയിസ് അതേമാതിരി ഇമിറ്റേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ നടത്തുന്നത് ഡെലീനയാണ്. മുമ്പ് വന്നാൽ ഒറ്റ അടി കൊടുക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതെന്താ? അടിയൊന്നും അത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇമിറ്റേറ്റ് പണ്ണൊന്നും. അവരുടെ വോയിസ് ചെയ്യുന്നു. ഞാൻ അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കുകയില്ല. ജാനകിയമ്മ എന്ന് പറയുമ്പോൾ ഈ വയസ്സിലും ഇത്രയും ഇതുണ്ടെങ്കിലും കൊച്ചു കുട്ടികളുടെ ശബ്ദത്തിലും പാടാൻ കഴിയും എന്നുള്ള ഒരു അപൂർവ കഴിവിന് ഉടമയാണ്. ആ പാടിയ പാട്ടിൻ്റെ ഒരു 2 വരി പാടാവോ? തീർച്ചയായും. കൊക്കാമണ്ടി കൊന നിറച്ചി ആർക്ക് വേണം, ആർക്ക് വേണം. ബാക്കി എനിക്ക് ഓർമ്മയില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് ഓർമ്മയുണ്ട്. സിനിമയിൽ ബാലേന്ദ്രനും ഞാനും ബേബി അമ്പിളി ദേവിയാണ് ഈ പാട്ട് സിനിമ അഭിനയിച്ചത്. താങ്ക് യു.